ഹലോ വ്യൂവേഴ്സ്, സർക്കാർ പറയുന്നതേ ഇത് സേഫ് ആണെന്നാ. എന്ത് സേഫ് ആണെന്ന്? E20 പെട്രോൾ, ഇപ്പൊ നമ്മളെല്ലാരും അടിക്കുന്ന പെട്രോൾ E20 പെട്രോള്. കുറെ കേസ് പോയിട്ടുണ്ട് ഇതിനെതിരെ. പക്ഷെ അത് പരിശോധിച്ചിട്ട് നമ്മുടെ സർക്കാർ പറയുന്നത് സേഫ് ആണെന്നാ. എന്നാൽ ഇത് സേഫ് ആണോ? ഇത് സേഫ് അല്ല. 20% എത്തനോൾ അടങ്ങിയ പെട്രോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാലക്രമേണ നമ്മുടെ പെട്രോൾ ടാങ്കിൽ എത്തനോൾ വേറെ, അതുപോലെ തന്നെ വെള്ളം വേറെ ആയിട്ട് വേർതിരിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വണ്ടികളുടെ ഉടമസ്ഥരാണ് കൂടുതലുമായി കേസ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. വേറൊന്നുമല്ല, അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ വണ്ടിയുടെ മൈലേജ് കുറയുന്നു, അതുപോലെ തന്നെ എഞ്ചിന് കാലക്രമേണ തേയ്മാനം സംഭവിക്കുന്നുണ്ട്, വണ്ടി നശിച്ചു പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ യൂസ് ചെയ്യുന്ന പെട്രോൾ ഇതാണ്. കഴിഞ്ഞ ദിവസം എന്റെ ബോയ് ഫ്രണ്ട് പെട്രോൾ അടിച്ചിട്ട് ഇതേ കാര്യമാണ് പറഞ്ഞത്. വണ്ടിയുടെ മൈലേജ് നല്ല പുലി പോലെ ഓടിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ വണ്ടിയാ. ഇപ്പൊ വണ്ടിക്ക് പെട്രോൾ അടിച്ചിട്ട് മൈലേജ് ഇല്ല. ഇത് നല്ലതാണോ നമ്മുടെ വണ്ടിക്ക് ഈ പെട്രോൾ യൂസ് ചെയ്യുന്ന? അല്ല. 20% എത്തനോൾ അടങ്ങിയ പെട്രോൾ ഒരിക്കലും വണ്ടിയിൽ അടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ 2023 താഴെയുള്ള വണ്ടികൾ ഇതുമൂലം നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണിയെടുക്കാൻ പറ്റത്തില്ല. അതായത് ഷോറൂമിൽ കൊടുത്ത് നമുക്കത് പണിയാൻ പറ്റത്തില്ല. 2023 മേലെയുള്ള വണ്ടികളാണെങ്കിൽ പോലും ഇതിന് ഷോറൂമുകാർ ഉത്തരവാദികളല്ല. കാരണം ഈ ഒരു പെട്രോൾ കാരണം മാത്രമാണ് ഈ വണ്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണെങ്കിലും കൊള്ളാം, ഈ കാര്യം ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിനെപ്പറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ ബാക്കി പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ പെട്രോൾ അടിക്കുന്നവർ സൂക്ഷിക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇത് പരിശോധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പരിശോധന വെറുതെയാണ്, പറ്റിക്കലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വീഡിയോസ് എന്തായാലും അടുത്ത് തന്നെ വരുന്നതാണ്. ഓക്കെ, ബൈ.